സ്വർഗാവകാശികളായ ആളുകൾക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ നരകത്തിൻ്റെ ദൈർഘ്യം പറഞ്ഞു. ഈ ആഴ്ചയിൽ നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ പറഞ്ഞത് മുത്തഖീങ്ങൾക്ക് അല്ലാഹു തയ്യാറാക്കി വച്ചിരിക്കുന്ന 5 കാര്യങ്ങളാണ്. ഒന്ന്, വിജയസ്ഥാനമാകുന്ന സ്വർഗം. ശാരീരികമായും മാനസികമായും നീ നിർഭയനായില്ലേ? സ്വർഗത്തിൽ എത്തുന്നതിനോടുകൂടി നീ ഫ്രീ ആയി. ഫ്രീഡം, അമ്നുൽ നഫ്സ്, അമ്നുൽ ഖൽബ്. ഹൃദയത്തിനും നിർഭയത്വം, നിന്റെ തടിക്കും നിർഭയത്വം, രണ്ടും അവിടെ എത്തുമ്പോൾ ലഭിക്കും. അതാണ് ഇന്നലിൽ മുത്തഖീന മഫാസാ. ഇവിടെ നിർഭയത്തല്ല, ഇവിടെ ശാരീരികമായോ മാനസികമായോ അമ്നില്ല. യഥാർത്ഥ അമ്ന് ലഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അതാണ് മഫാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുതനസ്സഹ്ന, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് അർത്ഥം പറഞ്ഞത് എന്താ? മുതനസ്സഹ് എന്ന് പറഞ്ഞാല് സുഖവാസ കേന്ദ്രം. ഇനി മൂന്നാറിലൊക്കെ പോകുന്നത് എന്തിനാ? ഊട്ടി പോകുന്നത് എന്തിനാ? സുഖവാസത്തിന്. പിന്നെ ചില ആള് വേറെ പല നാട്ടിലേക്കും പോകാനുണ്ട്. എന്തിനാ? മനസ്സിനും ശരീരം സുഖം കിട്ടാൻ. എന്നാൽ അതിൽ ഏറ്റവും മുന്തിയ സുഖം കിട്ടുന്ന സ്ഥലം സ്വർഗത്തിലേക്ക് ഒരുങ്ങിക്കോ. വെറുതെ മൂന്നാറിൽ പോയി പണം കളയണ്ട, സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. ഇന്നലൊക്കെ നമ്മളെ പരിപാടി അവസാനിക്കും, പിന്നെ അവിടെയാണ് പരിപാടി. ഒന്ന്. രണ്ടാമത്തേത് ഹദായിഖ വ അഅ്നാബ, ഇടതോർന്ന് നിൽക്കുന്ന തോട്ടങ്ങളും നല്ല പച്ചപ്പുള്ള കായ്കനികൾ കൊണ്ട് നിറക്കപ്പെട്ട നല്ല പച്ച നിറത്തിലുള്ളതും അതേപ്രകാരം അരുവികൾ ഒഴുകുന്നതും മുന്തിരി വള്ളികളാൽ പടർത്തപ്പെട്ടതുമായ തോട്ടങ്ങളാണ് നിനക്ക് ലഭിക്കുവാനുള്ള. രണ്ടാമത്തേത് അത് കണ്ണെത്താ ദൂരത്താണ്. 1 കിലോമീറ്റർ അല്ല, 2 കിലോമീറ്റർ അല്ല, കിലോമീറ്ററുകൾ എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണെത്താ ദൂരത്ത് അല്ലാഹു തയ്യാറാക്കിയതാണ്. അതാണ് ഹദായിഖ വ അഅ്നാബ. 2. 3. വകവാഇബ അത്റാബ, സമപ്രായക്കാരായ തരുണീ രത്നങ്ങൾ. നേരെ മലയാളത്തിന്റെ അർത്ഥം പറഞ്ഞാൽ സ്ഥലം തുടിച്ച സഹധർമ്മിണികൾ. ഇവിടെ 14 സെക്കൻഡിൽ പെണ്ണിനെ നോക്കിയാൽ 15ാമത്തെ സെക്കൻഡിൽ ക്രിമിനൽ കുറ്റാണ്.